ഫോണിൽ ഇതുപോലെ ദിവസേന അനാവശ്യ സ്പാം കോളുകൾ, അതായത് മാർക്കറ്റിംഗ് കോളുകൾ വരാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഇത്തരം കോളുകളും മെസ്സേജുകളൊക്കെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് നടന്നിട്ടില്ല എങ്കിൽ നമുക്കിപ്പോൾ സർക്കാരിൻ്റെ ആപ്ലിക്കേഷനിലൂടെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ DND ആക്ടിവേറ്റ് ചെയ്തിട്ടും നമ്മൾ വീണ്ടും കോൾ വിളിച്ച് ശല്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെക്കുറിച്ച് പരാതി കൊടുക്കാനും, പിന്നെ വാട്സാപ്പിൽ കൂടി വന്നിട്ട് നമ്മുടെ നിന്ന് ക്യാഷൊക്കെ തട്ടിക്കുന്ന ടീമുകളില്ലേ, അപ്പോൾ അവരെക്കുറിച്ച് പരാതി കൊടുക്കാനും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് സേവ് ചെയ്തിട്ടോ, പിന്നീട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ട്രൈ DND 30 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എല്ലാ പെർമിഷനും നിർബന്ധമായിട്ടും അലോ ചെയ്തിട്ട് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം DND രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്നത് സെലക്ട് ചെയ്ത് അത് ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് നോക്കുക. അല്ല എങ്കിൽ ചേഞ്ച് പ്രിഫറൻസ് എന്നത് സെലക്ട് ചെയ്തിട്ട് DND കാറ്റഗറി എന്നതിൽ രണ്ടാമത്തെ ഒഴികെ ബാക്കി എല്ലാം ടിക്ക് ഇട്ട് ഓക്കെ അമർത്തുക. ഇനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നതിൽ എല്ലാം നമ്മൾ ടിക്ക് ഇടുക. താഴെയുള്ള ബാക്കി കോളങ്ങളിൽ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, നേരെ സബ്മിറ്റ് അമർത്തുക. ഇപ്പോൾ തന്നെ നമുക്കിതിവിടെ ആക്റ്റീവായിട്ട് കാണിക്കുമെങ്കിലും 72 മണിക്കൂറിനുള്ളിലാണ് സ്പാം കോളുകളെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടുക. എന്നിട്ടും ആരെങ്കിലും നിങ്ങളെ മാർക്കറ്റിംഗ് കോൾ വിളിച്ച് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ റിപ്പോർട്ട് വോയിസ് UCC എന്നത് സെലക്ട് ചെയ്തിട്ട് ആ ഒരു നമ്പർ അവിടെ സെലക്ട് ചെയ്തിട്ട് എന്ത് കാറ്റഗറിയിലുള്ള പരസ്യമായിരുന്നു അതൊന്ന് സെലക്ട് ചെയ്തിട്ട് കംപ്ലയിൻ്റ് എന്ന് അമർത്തുക. വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ വരുന്ന തട്ടിപ്പ് സംഘങ്ങളുടെ വിവരങ്ങൾ നമുക്ക് റിപ്പോർട്ട് ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻ എന്നതിലൂടെയും റിപ്പോർട്ട് ചെയ്യാം. പറയാൻ മറന്നത് ഇതുവരെ എന്നെ ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിട്ടാ. ഇത്തരം അറിവുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം.